ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിക്കപ്പെട്ട സ്ഥാപനങ്ങൾ നൽകിവരുന്ന ഗ്രേഡിംഗ്, റാങ്കിംഗ് എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിൻ്റെയും സൗകര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ടത് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യമാണ്. NIRF റാങ്കിംഗ്, NAAC അക്രഡിറ്റേഷൻ, NBA അക്രഡിറ്റേഷൻ, ISO സർട്ടിഫിക്കേഷൻ എന്നിവയെക്കുറിച്ച് വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. 2015 ആരംഭിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRF രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം നൽകി വരുന്ന യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും മികവിൻ്റെയും ഗുണനിലവാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ റാങ്ക് നൽകുന്ന സ്ഥാപനം ആണ്. NIRFൻ്റെ ആദ്യത്തെ 100 റാങ്കിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളരെ മികച്ചതായി നമുക്ക് വിലയിരുത്താവുന്നതാണ്. നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ NAAC എന്ന സ്ഥാപനം ആരംഭിച്ചത് 1994 ആണ്. അധ്യാപനം, കരിക്കുലം, ഗവേഷണം, അടിസ്ഥാന സൗകര്യം, സ്റ്റുഡൻറ് സപ്പോർട്ട്, മാനേജ്മെൻറ്റ് എന്നിവ വിലയിരുത്തിയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് NAAC ഗ്രേഡ് നൽകുന്നത്. 3.51നും 4നും ഇടയിൽ സ്കോർ ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് NAAC A++ ഗ്രേഡ് ലഭിക്കും. 3.26നും 3.50നും ഇടയിൽ സ്കോർ ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് A+ ഗ്രേഡും 3.01നും 3.25നും ഇടയിൽ സ്കോർ ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് A ഗ്രേഡും ലഭിക്കും. 5 വർഷത്തേക്കാണ് ഈ ഗ്രേഡിൻ്റെ കാലാവധി. 5 വർഷം കഴിഞ്ഞാൽ സ്ഥാപനം ഗ്രേഡിംഗ് പുതുക്കാൻ അപേക്ഷ നൽകേണ്ടതാണ്. NIRF റാങ്കിംഗ്, NAAC അക്രഡിറ്റേഷൻ എന്നിവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം താഴെ പറയുന്നവയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വിവിധ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടു ലഭിക്കുന്ന സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ NAAC നൽകുന്നത് ഒരു ഗ്രേഡാണ്. പക്ഷേ NIRF നൽകുന്നത് റാങ്ക് ആണ്. NAAC ക്വാളിറ്റേറ്റീവ് ആയും NIRF ക്വാണ്ടിറ്റേറ്റീവ് ആയുമാണ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വിലയിരുത്തുന്നത്. NAAC അക്രഡിറ്റേഷൻ്റെ കാലാവധി 5 വർഷവും NIRF റാങ്കിങ്ങിൻ്റേത് 1 വർഷവും ആണ്. നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ NBA എന്നത് NAAC പോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്ന സ്ഥാപനം ആണ്. എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ് കോഴ്സുകൾക്കാണ് NBA അക്രഡിറ്റേഷൻ നൽകുന്നത്. പക്ഷേ NAACന് രാജ്യത്തെ എല്ലാ കോളേജുകളും യൂണിവേഴ്സിറ്റികളും വിലയിരുത്തി അക്രഡിറ്റേഷൻ നൽകാവുന്നതാണ്. ISO എന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന സ്ഥാപനം ആണ്. ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ സേഫ്റ്റി, ക്വാളിറ്റി, എഫിഷ്യൻസി എന്നിവ വിലയിരുത്തിയാണ് ISO സർട്ടിഫിക്കേഷൻ നൽകി വരുന്നത്. പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ISO സർട്ടിഫിക്കേഷൻ നേടിയെടുക്കാറുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കാത്തതിനാലാണ് വളരെ ചുരുക്കി ഇവിടെ അവതരിപ്പിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി.